ഇബ്രാഹിം നബി അലൈഹിസ്സലാം വല്ലാത്ത ആകാംക്ഷ, ആവേശമായി പോയി. ഒന്നുകൂടി എന്റെ റബ്ബിന്റെ പ്രകീർത്തന വചനങ്ങൾ പറയുമോ? അദ്ദേഹം വീണ്ടും പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും ഉൾക്കൊള്ളാൻ പറ്റാതെ താൻ ഹൃദയത്തിൽ മനസ്സാകുന്ന മാണിക്ക കൊട്ടാരത്തിൽ സൂക്ഷിക്കുന്ന റബ്ബിന്റെ പ്രകീർത്തന വചനങ്ങൾ കേട്ടപ്പോൾ വീണ്ടും ബോധരഹിതരായി വീണു. അങ്ങനെ വീണ്ടും ബോധം തെളിഞ്ഞപ്പോ പറഞ്ഞു, വലക മാതറ, ഈ കാണുന്ന ആട്ടിൻ പറ്റങ്ങളെല്ലാം നിനക്കുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്, സൃഷ്ടാവായ അള്ളാഹു സൃഷ്ടികളിൽപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ വിശേഷിപ്പിക്കാൻ കാരണം ഈമാനിൽ ഏറ്റവും മുൻതൂക്കമാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ തനിക്കിഷ്ടപ്പെട്ടതൊക്കെ തന്റെ റബ്ബിന് വേണ്ടി സമർപ്പിക്കാനുള്ള മാനസിക സന്നദ്ധത. അതല്ലേ വർഷങ്ങളോളം റബ്ബിനോട് പ്രാർത്ഥിച്ച് ലഭിച്ച ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ റബ്ബിന്റെ മാർഗത്തിൽ ബലിയർക്കാൻ പറഞ്ഞപ്പോ യാതൊരു മടിയും കൂടാതെ റബ്ബിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായത്. ഈമാൻ എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടപ്പെട്ടത് നമ്മുടെ റബ്ബിന് വേണ്ടി സമർപ്പിക്കാനുള്ള മാനസിക സന്നദ്ധത. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും.